മനുഷ്യൻ്റെ കണ്ണുകൾക്കും മനസ്സിനും കുളിർമഴ പെയ്യുന്ന ഒന്നാണ് പൂന്തോട്ടം, ഗാർഡൻസ്. അതിലെ മനോഹരമായ ചെടികൾ, ദൈവം സൃഷ്ടിച്ച മനോഹരമായ ചെടികൾ, പല വർണ്ണത്തിൽ പല രൂപത്തിൽ കാണപ്പെടുന്ന ഈ ചെടികൾ മനുഷ്യൻ വളരെയേറെ വിഷമത്തിലായിരിക്കുമ്പോൾ, വളരെയേറെ പ്രതിസന്ധികളായിരിക്കുമ്പോൾ ഈ ചെടികളെ നോക്കി ഇവിടെ വന്നിരുന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിന് ശാന്തത ദൈവം കൊടുക്കും. ഓരോ ചെടിയും ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയുടെ രൂപാന്തരീകരണമാണ്. പലതരത്തിലുള്ള പൂക്കൾ, പലതരത്തിലുള്ള ചെടികൾ, തൂങ്ങിക്കിടക്കുന്ന ചെടികൾ, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിലുള്ള ചെടികൾ, ഓർക്കിഡുകൾ, ഗ്രൗണ്ട് ഓർക്കിഡുകൾ, പുൽത്തകിടി, താമരക്കുളം, ഇതെല്ലാം നമ്മുടെ മനസ്സിന് തെച്ചി, മനോഹരമായ റോസ് ചെടികൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിന് വളരെയേറെ ആനന്ദം നൽകുകയാണ്. ഇതിനെ നോക്കി പരിപാലിക്കുന്നത് തന്നെ ഒരു കുട്ടിയെ നോക്കി പരിപാലിക്കുന്നതിന് തുല്യമായിരിക്കും. അത്രമാത്രം സമയമെടുത്ത് ഇതിൽ വല്ല കീടങ്ങൾ വരുന്നുണ്ടോ, ഇതിൽ വല്ല പുഴുക്കൾ വന്ന് ഇതിനെ നശിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം ഇതിനെ വളമിട്ട് കൊടുത്ത് വെള്ളം നനച്ച് ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തി അതിന് ആഹാരം കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്നത് പോലെ ഓരോ ചെടികളെയും സംരക്ഷിക്കുവാൻ, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്ന് പലരും പണം കൊടുത്ത് ആയിരക്കണക്കിന് രൂപ കൊടുത്ത് നഴ്സറിയിൽ നിന്ന് ചെടികളൊക്കെ കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് മനോഹരമാക്കും. കുറച്ച് കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കാത്തത് കൊണ്ട് അത് നശിച്ചു പോകും. എന്നാൽ ഓരോ ചെടി നമ്മളെ കൈ കിട്ടുമ്പോൾ ഓരോ കുട്ടിയെ നമ്മൾ കിട്ടുന്നത്. അങ്ങനെ കരുതി ആ ചെടികളെ സംരക്ഷിക്കാനും ആ ചെടികൾക്ക് വേണ്ട കാര്യങ്ങളെ ശ്രദ്ധിക്കാനും നമുക്ക് കടപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചെടികളും ഈ ബ്രദറിൻ്റെ ഭവനത്തിലുള്ള ഈ ചെടികളൊക്കെ നോക്കി അതിനെ പരിപാലിക്കുന്നത് എൻ്റെ ഭാര്യ ബേസിയാണ്. ആ മകളുടെ ചെടിയോടുള്ള ആ താല്പര്യം അതൊരു ഭക്തിയാണ്, ഒരു സ്നേഹമാണ്, ഒരു കരുതലാണ്. അതുകൊണ്ടാണ് ഈ മനോഹരമായ ഈ പുൽത്തകിടിയും അതുപോലെ തന്നെ ഈ ചെടികളും ബ്രദറിൻ്റെ ഭവനത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങളെ ഇതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പ്രത്യേകം ഇതുപോലെ നിങ്ങളുടെ ഭവനങ്ങളിൽ ആകുവാൻ ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്രദർ സൈമൺ വടക്കൻ, പാലക്കാട്.